ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ ബ്രഹ്മയുഗം സിനിമ കണ്ടു. വാട്ട് എ മൂവി മാൻ, വാട്ട് എ മൂവി. സിനിമ സംവിധാനം ചെയ്ത് രാഹുൽ സദാശിവനാണ്. പിന്നെ പ്രധാന വേഷം ഒന്നും പറയാനില്ല. ആകെ സിനിമയിലൂടെ അഞ്ച് ക്യാരക്ടറാണ്. അതായത് ആദ്യമായിട്ട് മമ്മൂക്ക, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, പിന്നെ അമൽ ഡേ, പിന്നെ ആ പേര് കുറച്ച് സരി വരുന്നില്ല, അമൽ ഡേസ്ലീസ്, പിന്നെ നമ്മളെ മണികണ്ഠൻ. ഇത്രയും ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ഈ 2 മണിക്കൂറിൻ്റെ പടത്തിൽ ആകെ ഉള്ളത് ഇതേ 5 ക്യാരക്ടേഴ്സാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. എന്തോ ഒരു പടം പറഞ്ഞാൽ എന്തോ ഒരു പടം. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു കാണാനില്ല, ഒരു രക്ഷയില്ല. മാജിക് ആയിരുന്നു മൊത്തത്തിൽ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൂപ്പർ പടം എന്ന് വെച്ചാൽ സൂപ്പർ പടം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയൊക്കെ നന്നായിട്ട് എടുക്കുന്നു സിനിമ. ഞാൻ വിചാരിച്ച എക്സെപ്റ്റേഷനെ കാട്ടി കൂടുതലായിട്ടുണ്ട് സിനിമ. അത്രയൊക്കെ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സൂപ്പർ ഡയറക്ഷൻ രാഹുൽ സദാശിവൻ. ആ മേക്കിംഗ് ആയാലും ഡയറക്ഷൻ ആയാലും സൂപ്പർ ആയിട്ടുണ്ട്. മമ്മൂക്കയുടെ ഇൻട്രോ ഒരു രക്ഷയില്ല, കിടിലൻ ഇൻട്രോ ആയിരുന്നു. പിന്നെ സിനിമയുടെ കഥ നടക്കുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. അതായത് ഈ പോർച്ചുഗീസന്മാർ ഇന്ത്യയിലേക്ക് വന്ന ടൈമിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മമ്മൂക്ക ഒരു രക്ഷയില്ല. മമ്മൂക്ക ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്തോ ഒരു പെർഫോമൻസ്. ആ സംസാരിക്കുന്ന സ്ലാങ് ആയാലും ക്യാരക്ടർ ആയാലും കിടിലൻ ക്യാരക്ടറാണ് മമ്മൂക്കനത്. ചെയ്തിരിക്കുന്ന രീതി കൂടി അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ല മമ്മൂക്ക. പിന്നെ പറയേണ്ടത് അർജുൻ അശോകൻ. എന്തോ ഒരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. ത്രൂ ഔട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ കൂടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫീമെയിൽ ക്യാരക്ടറായ അമൽ ഡേസ്ലീസിൻ്റെ ക്യാരക്ടർ, ആ ക്യാരക്ടർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓക്കെ ആവട്ടെന്ന് തോന്നി. ബിക്കോസ് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ആ ക്യാരക്ടറിൽ. സിനിമയിൽ കൂടുതലായിട്ട് ഡയലോഗ്സ് ഒന്നുമില്ല, പക്ഷെ വിഷ്വലി ആണ് സ്റ്റോറി പറയുന്നത്. അത് കിടിലനായിട്ടുണ്ട്. ഓരോരോ ഫ്രെയിംസ് ആയാലും ഇത്ര നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഷെയ്ഹദ് ജലാലാണ്. കിടിലൻ സിനിമാറ്റോഗ്രാഫി. ഓരോരോ ഫ്രെയിംസ് കൂടി കിടിലനായിട്ടുണ്ട്. ഹൊറർ സിനിമ ആയതുകൊണ്ട് സൗണ്ട് ഡിസൈനിങ്ങിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഈ സിനിമയിൽ സൗണ്ട് ഡിസൈൻ വിജയിച്ചിട്ടുണ്ട്. കിടിലൻ സൗണ്ട് ഡിസൈനിങ് ആണ്. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ക്രിസ്റ്റോ സേവിയർ. കിടിലൻ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. കൂടുതലായിട്ട് സൗണ്ട് ഡിസൈൻ തന്നെ ഉള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്രക്കൊന്നും ഇല്ല, എന്നാലും മ്യൂസിക് ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചിലതൊക്കെ നന്നായിട്ടുണ്ടായി. പിന്നെ പറയേണ്ടത് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോരോ സ്ട്രക്ചർ കൂടി സൂപ്പറായിരുന്നു. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് പറയേണ്ടത് തന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച്. ഫസ്റ്റ് ഹാഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കിടിലം ഫസ്റ്റ് ഹാഫാണ്. ഒരു രക്ഷയില്ല, നന്നായിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് അതിനും ഇല്ലേ, എന്തോ ഒരു സെക്കൻഡ് ഹാഫ് ആയിരുന്നു അത്. അതായത് ഒരു കൂടുതൽ എൻഗേജിങ് ആയിരുന്നു സിനിമ. ഒരു ബോറടി ആയിട്ടൊന്നും തോന്നിയിട്ട് അത്രയ്ക്ക് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഫ്രം ദി ബിഗിനിങ് ടിൽ ദി എൻഡ് വരെ കിടിലനായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ. ക്ലൈമാക്സ് കൂടി നന്നായിരുന്നു. ഓവറോൾ പറയുകയാണെങ്കിൽ ബ്രഹ്മയുഗം ഒരു മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ചാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാൻ പറ്റിയ സിനിമയാണ്. സിനിമ കാണാത്തവരൊന്നും പോയിട്ട് കണ്ടോളൂ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഞെക്കുക. അപ്പോൾ നന്ദി, ബൈ.